നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. റൂട്ട് കനാൽ ചികിത്സയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, എപ്പോഴാണ് ഇത് ആവശ്യമായി വരുന്നത് തുടങ്ങിയ നിരവധി സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾക്കെല്ലാമുള്ള മറുപടി നമ്മളോട് ഇന്ന് പറയാൻ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ കൺസർവേറ്റീവ് ആൻഡ് ഡെന്റിസ്റ്റ് വിഭാഗം ഡോക്ടർ ശ്രീജിയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, എന്താണ് റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത്? റൂട്ട് കനാൽ ചികിത്സ എന്താണെന്ന് അറിയുന്നതിന് മുൻപ് നമുക്ക് പല്ലിൻ്റെ ഘടനയെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്കതിലേക്ക് പോവാം. അതായത് നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ പുറത്ത് കാണുന്ന വെളുത്ത നിറത്തിലുള്ള ക്രൗൺ എന്ന് പറയുന്ന ഭാഗവും അതിൻ്റെ അകത്തേക്ക് റൂട്ടിനെ എല്ലുമായി ബന്ധിപ്പിക്കുന്ന റൂട്ട് എന്ന് പറയുന്ന ഒരു ഭാഗവും നമുക്ക് പല്ലിന് ഉണ്ട്. അത് പല്ലിൻ്റെ ക്രൗൺ ആൻഡ് റൂട്ട് പാർട്ട്. ഇനി നമ്മൾ ഈ പുറത്ത് കാണുന്ന ക്രൗണിൽ തന്നെ നമ്മൾ ഈ പുറത്ത് കാണുന്ന ആവരണം, ഇനാമൽ എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഓർഗനാണ് ഇനാമൽ. അതിൻ്റെ അകത്ത് ഡെൻറ്റിനും അതിനകത്ത് ഞരമ്പുകൾ, നാഡീഞരമ്പുകൾ പോകുന്ന പൾപ്പ് എന്ന് പറയുന്ന അവയവവുമുണ്ട്. നമുക്ക് എപ്പോഴാണ് ഈ റൂട്ട് കനാൽ ആവശ്യമായി വരുന്നത്? അതായത് നമുക്ക് സാധാരണയായി വരുന്ന കേരീസ്, ദന്തക്ഷയം നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് അകത്തേക്ക് പോയി നമ്മളുടെ പൾപ്പിൻ്റെ അടുത്ത് വരെ എത്തുമ്പോൾ നമ്മളുടെ പേഷ്യൻറ്റിന് വേദനയും പുളിപ്പ്, അസഹനീയമായ പുളിപ്പ്, ചൂടോ തണുപ്പോ തട്ടുമ്പോൾ പുളിപ്പ്, അതേപോലെ തന്നെ ആഹാരം ചവയ്ക്കുമ്പോൾ വേദന, ചില അവസരങ്ങളിൽ അത് നീര് ഒക്കെ ആയി വരുന്ന അവസരങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ എന്തായാലും നമ്മുടെ റൂട്ടിൻ്റെ പൾപ്പിൻ്റെ അകത്തേക്ക് ഇൻഫെക്ഷൻ ബാധിച്ച ഒരവസ്ഥയാണിത്. ഈ ഒരു അവസ്ഥയിൽ പിന്നീട് നമുക്ക് ചെയ്യാവുന്ന ആകെ കാര്യം റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നീട് നമുക്ക് സാധാരണ രീതിയിലുള്ള ഫില്ലിങ്ങുകളോ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പോസിബിൾ അല്ലാത്ത ഒരു അവസ്ഥയിൽ വരും. ഇത് മാത്രമല്ല, റൂട്ട് കനാൽ ചിലപ്പോൾ പല്ല് പൊട്ടുക, നമുക്കറിയാമല്ലോ, കുട്ടികളൊക്കെയും അതേപോലെ തന്നെ ആക്സിഡൻസിലുമൊക്കെ പല്ലുകൾ പൊട്ടുമ്പോൾ നമ്മളുടെ ചിലപ്പോൾ പല്ല് പൊട്ടി ഞരമ്പിൻ്റെ ലെവൽ വരെ പൊട്ടലെത്താം, പൊട്ടി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാം. ആ അവസരങ്ങളിലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ ഡോക്ടർ, മനസ്സിലായി. അപ്പോൾ നമ്മൾ ദന്തക്ഷയം വരാതെ എങ്ങനെയാണ് പല്ലുകളെ സംരക്ഷിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് റൂട്ട് കനാൽ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയിലേക്ക് ഇത് മാറുന്നത്? അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കേട് വന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ദന്തക്ഷയം എന്തുകൊണ്ടാണ് വരുന്നത്? പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീനിങ് ശരിയാവാതെ നമ്മുടെ പാൽപ്പല്ലുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും കുട്ടിയുടെ പാൽപ്പല്ല് മുളച്ചു തുടങ്ങും. അത് മാറി പെർമനൻറ്റ് ടീത്ത് ഒരു 6 വയസ്സിൽ പെർമനൻറ്റ് ടീത്തുകൾ വന്ന് തുടങ്ങും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പല്ല് മുളച്ച് തുടങ്ങുന്ന അവസരത്തിൽ തന്നെ നമ്മൾ ക്ലീനിങ്, പല്ല് പ്രോപ്പറായി ബ്രഷിങ്ങും, കൊച്ചു കുഞ്ഞുങ്ങളിൽ ബ്രഷിങ് പറ്റില്ല, ക്ലീനിങ്ങും അതേപോലെ തന്നെ അഡൽസിൽ ബ്രഷിങ്, നമ്മൾ രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്ത് നമ്മൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാത്ത അവസരങ്ങളിൽ ഈ പ്ലാക്ക് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് നമ്മുടെ ടൂത്തിൽ ഒട്ടിപ്പിടിച്ച് ബാക്ടീരിയ അതിൽ ആക്ട് ചെയ്ത് അത് ഡീകെ സ്റ്റാർട്ട് ചെയ്യും, അതായത് ദന്തക്ഷയം ആരംഭിക്കും. തുടക്കത്തിലേ ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ ദന്തക്ഷയം അകത്തേക്ക് വ്യാപിച്ച്, അതായത് ഇനാമലിനെ ദ്രവിപ്പിച്ച്, ഡെൻറ്റിനെ ദ്രവിപ്പിച്ച് അത് പൾപ്പിൻ്റെ ആ ലെവൽ വരെ എത്തും. ആ ഒരു അവസരത്തിലാണ് നമുക്ക് വേദന വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രഷിങ്ങും അതിനുശേഷം അതേപോലെ തന്നെ ഫ്ലോസിങ്, നമ്മൾ ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യാത്ത കാര്യമാണ്, പക്ഷേ നമുക്ക് വളരെ അഡ്വൈസബിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഫ്ലോസിങ്. നൂല് പോലെയുള്ള വാക്സ്ഡ് നൂലുകൾ അവൈലബിളാണ്. അത് വെച്ചിട്ട് ഇൻ്റർഡെൻ്റൽ ഫ്ലോസിംഗ് എന്ന് പറയും. പല്ലിൻ്റെ ഇടഭാഗങ്ങളും നമ്മൾ വൃത്തിയാക്കണം. രാത്രിയിൽ നിർബന്ധമായും ബ്രഷ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ജങ്ക് ഫുഡ്, കോള, അങ്ങനെ സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സ് അതൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന നമ്മളുടെ യങ്സ്റ്റേഴ്സൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ കൊള്ളാം. അതിനുശേഷം പല്ല് വൃത്തിയായി സൂക്ഷിക്കാനും നമുക്ക് അവരോട് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയി കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഈ ദന്തക്ഷയത്തിലേക്ക് വഴിവെക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ ഒരു ചികിത്സാ രീതി ആർക്കൊക്കെ ചെയ്യാം? ഈ കുട്ടികൾക്കൊക്കെ ഈ ഒരു ചികിത്സാ രീതി സാധ്യമാവുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇത് അഡൽട്സിന് മാത്രമല്ല, ഇത് കുഞ്ഞുങ്ങളിലും ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കുഞ്ഞുങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ പൾപ്പെക്ടമി എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കും പാൽപ്പല്ലല്ലേ, ഇതങ്ങ് എടുത്തു കളഞ്ഞാലും പുതിയ പല്ലുകൾ നമുക്ക് സ്ഥിരദന്തങ്ങൾ വരുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളതിനെ അവഗണിക്കാൻ പാടില്ല. അതായത് ഈ പാൽപ്പല്ലുകളെല്ലാം പോയി സ്ഥിരദന്തം 12 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കേ നമുക്ക് സ്ഥിരദന്തങ്ങൾ മുഴുവനായിട്ടൊക്കെ വരുള്ളൂ. ആ സമയം വരെ പാൽപ്പല്ലുകൾ നമ്മൾ റീറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? അത് നമ്മൾ വായിൽ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട സ്പേസ് അത് ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രണ്ടിലെ പല്ലൊക്കെ പ്രായത്തിന് മുന്നേ ദ്രവിച്ചു പോയാൽ കുട്ടിക്ക് അതൊരു കോൺഫിഡൻസ് കുറവ്, അങ്ങനെ പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് അതുപോലെ പാൽപ്പല്ല് വളരെ അത്യാവശ്യമാണ് പ്രിസർവ് ചെയ്യേണ്ടത്. പാൽപ്പല്ലിലും നമ്മൾ
പൾപ്പക്ടമി എന്ന പ്രൊസീജിയറാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് പകരമായി ചെയ്യുന്നത്. ഇതിലെ വ്യത്യാസം എന്താ? പ്രൊസീജിയറൊക്കെ സെയിം തന്നെ. വ്യത്യാസം നമ്മൾ ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മളുടെ ഒരു എന്താ പറയുന്നത് റിസോർബ് ചെയ്ത് പോകുന്ന, മനസ്സിലായില്ലേ, ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് അത് തേഞ്ഞ് പോകുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് കുഞ്ഞുങ്ങളിലെ പാൽപ്പല്ല് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ആ പാൽപ്പല്ലിൻ്റെ റൂട്ട് തേഞ്ഞ് പോകുന്നതിനോടൊപ്പം ഈ ഫില്ലിംഗ് മെറ്റീരിയലും തേഞ്ഞ് പോകും. അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല. പല്ല് യഥാസ്ഥാനത്ത് നിലനിർത്താൻ കഴിയുകയും ചെയ്യും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു ഇൻഫെക്ഷൻ, പല്ലുകൾക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണോ റൂട്ട് കനാൽ, ഏതൊരു ഘട്ടത്തിലേക്കാണ് റൂട്ട് കനാൽ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്? ഓക്കെ, ഇൻഫെക്ഷൻ വന്നാലാണ് സാധാരണ നമ്മൾക്ക് ആളുകൾ നമ്മളെ സമീപിക്കുന്ന പേഷ്യൻസ് വരുന്നത്. വേദനയും ഇൻഫെക്ഷനും നീര് അങ്ങനെ വന്നിട്ടാണ് സാധാരണ ഭൂരിഭാഗം ആളുകൾ. അല്ലാതെയും ചില അവസരങ്ങളിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, നമുക്ക് പല്ല് നഷ്ടപ്പെട്ട് ഇപ്പം ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്ന ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചേഴ്സ് വെക്കേണ്ട. ചിലപ്പോൾ ഒരു പല്ല് നമുക്ക് അപ്പുറം ഇപ്പുറമുള്ള പല്ലുകളെ സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ, അതായത് ഈ ബ്രിഡ്ജ് എടുത്ത് കഴുകണ്ടാത്ത രീതിയിലുള്ള ഉറപ്പിച്ച പല്ല്, അത് ചിലപ്പോൾ അപ്പുറം ഇപ്പുറത്തൊന്നും നമുക്ക് സപ്പോർട്ട് എടുക്കേണ്ടതായിട്ട് വരും. ആ അവസരങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് ഉള്ള അവസരം വരാറുണ്ട്. അതേപോലെ തന്നെ ഈ ഡെൻ്റൽ ഇഞ്ചുറീസ് നമ്മൾ തട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ പൾപ്പിൻ്റെ അടുത്ത് വരെ പൊട്ടലെത്തുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. ഇതൊന്നും ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടല്ല, പൾപ്പ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ടൂത്തുകൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് വേണം ഫർദർ നമുക്കതിനെ അടുത്ത പ്രൊസീജിയർ ക്യാപ്പോ അല്ലെങ്കിൽ അതിനെ ഫില്ലിംഗ് വയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് റൂട്ട് കനാൽ. ഇതൊന്നും നമ്മൾ ഇൻഫെക്റ്റഡ്, അപ്പോൾ എപ്പോഴും ഇൻഫെക്ഷനുള്ള ടൂത്തിന് മാത്രമല്ല റൂട്ട് കനാൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പം ടൂത്തിൻ്റെ ഷേപ്പ് മാറ്റേണ്ട ചില കേസുകൾ, ചിലപ്പോൾ ചെറിയ പല്ലുകളായിരിക്കാം അല്ലെങ്കിൽ തിരിഞ്ഞ പല്ലുകളായിരിക്കാം, അത് കമ്പി ഇടേണ്ട, ഒരു പല്ലോ രണ്ട് പല്ലോ ഒക്കെ റൊട്ടേറ്റഡ്, അതിനെയൊക്കെ ചിലപ്പോൾ നമുക്ക് ക്യാപ്പൊക്കെ വെക്കേണ്ട അവസരത്തിൽ അതിനെ ചെറുതാക്കേണ്ടി, കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചെറുതാക്കേണ്ടി വരും. ആ അവസരങ്ങളിലും ചിലപ്പോൾ ആ പല്ലുകൾക്ക് നമ്മൾ ഇൻഫെക്ഷൻ ഇല്ലാതെ തന്നെ, അതിനൊക്കെ നമ്മൾ ഇൻറ്റൻഷണൽ RCT എന്നാണ് പറയുന്നത്, അത് ചെയ്യേണ്ടതായിട്ട് വരും. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ പല്ലുകൾക്ക് കേടുകളും അതുപോലെ വേദനയും ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമ്മൾ ചികിത്സ തേടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, അതെന്തൊക്കെയാണ്? അതെ, സാധാരണ പല്ലുവേദന വരുമ്പോൾ ആരായാലും ഓടി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോവും. കാരണം പല്ലുവേദന നല്ല അതികഠിനമായ വേദനയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ചിലർ ചെറിയ വേദനയോ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലർ അവഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇൻഫെക്ഷൻ കൂടി എല്ലിൻ്റെ, അതായത് റൂട്ടിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല്ലിന് റൂട്ടുണ്ട്, റൂട്ടിൻ്റെ അറ്റത്ത് നിന്നും അത് എല്ലിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീര്, അതുപോലെ തന്നെ കാലക്രമേണ അത് എല്ല് ദ്രവിപ്പിക്കുക, അതേപോലെ തന്നെ സ്പേസ് ഇൻഫെക്ഷൻസ്, അതുപോലെ ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ വളരെ അപകടകരമായ ഓസ്റ്റിയോമൈലൈറ്റിസ് പോലെയുള്ള അപകടകരമായ സിറ്റുവേഷൻസിലോട്ട് പോകാം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു പല്ലുവേദന വന്നാൽ അത് അവഗണിക്കാൻ, മരുന്ന് കഴിച്ച് പലരുമുണ്ട് എന്താ പറയുന്നത് വേദന സംഹാരികളൊക്കെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ട്. അതങ്ങനെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. അത് യഥാസമയം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, എറണാകുളത്ത് നിന്നും സിജോ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്കൊരു 15 വർഷം മുമ്പ് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. മുമ്പിലത്തെ രണ്ട് പല്ല്, ഒരു പല്ല് ഒരു 70% ഒടിഞ്ഞു പോയി, ഒരു പല്ല് ഒരു 50% ഒടിഞ്ഞു പോയിരുന്നു. ആ സമയത്ത് ആ രണ്ട് പല്ല് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടു. പക്ഷെ ഇപ്പോ ആ പല്ലിന്റെ മോണയുടെ ഭാഗത്ത് ഇപ്പൊ നീര് പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനുള്ള നീരുള്ള മരുന്ന് കഴിക്കുമ്പോൾ ചുങ്ങി പോകുന്നുണ്ട്. അപ്പൊ വീണ്ടും അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് അത്. അതെ, ഇത് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടതാണ്. ഇപ്പം നമുക്കിപ്പോൾ അത്യാവശ്യമായി വേണ്ടത് എന്തുകൊണ്ടാണ് ഈ നീര് വീണ്ടും വന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട്, ഡോക്ടറെ കണ്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റൂട്ട് കനാൽ ഫില്ലിങ്ങിൻ്റെ അവസ്ഥ എന്താണ്, അതുപോലെ എല്ലിലേക്ക് വല്ലതും ഇനി പ്രോപ്പർ അല്ലാതെ, ഈ റൂട്ട് കനാൽ പ്രോപ്പർ അല്ലാതെ എല്ലിലേക്ക് നീരോ വല്ലതും ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എക്സ്റേ എടുത്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതൊന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു തൊട്ടടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കണ്ട് അതൊന്ന് എക്സ്റേ എടുത്ത് അതെന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ളത് നോക്കുക. വീണ്ടും ഫർദർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ റീട്രീറ്റ്മെൻറ്റ് ഒന്നും കൂടെ നിങ്ങൾ ചിലപ്പോൾ റൂട്ട് കനാൽ പ്രോപ്പറായിട്ട് ഈ ഇരിക്കുന്ന ഫില്ലിംഗ് ഒക്കെ മാറ്റി പ്രോപ്പറായിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായി? അതെ, പോസിബിൾ ആണ്. നമുക്ക് ചിലപ്പോൾ ഇത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് റീട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കാൻ പോസിബിളാണ്. അത് എടുത്തു കളയേണ്ടതിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട. എന്തായാലും ഇതൊന്ന് നമുക്കൊന്ന് കാണിച്ചൊന്ന് ചികിത്സ തേടുക. മനസ്സിലായി? ഓക്കെ, താങ്ക് യു. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ റൂട്ട് കനാൽ ചികിത്സ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ? റൂട്ട് കനാൽ ഒഴിവാക്കാൻ നമ്മൾ ഇൻഫെക്റ്റഡായി ഇങ്ങനെ നമുക്ക് വേദന അതിവേദനയൊക്കെ വന്നത് പറ്റില്ല.
പിന്നെ നമ്മൾ ചിലപ്പം ഈ കേട് വന്ന് എന്താ പറയുക ചെറിയ പുളിപ്പ് അല്ലെങ്കിൽ ചൂടോ തണുപ്പോ തട്ടുമ്പോൾ വേണം ആ ലെവലിൽ വരുന്നവർക്ക് ചിലപ്പോൾ നമുക്ക് പൾപ്പ് ക്യാപ്പിംഗ് എന്നൊക്കെ പറയുന്ന പ്രൊസീജിയേഴ്സ് ചെയ്ത് നമുക്ക് കുറച്ച് നാൾ പ്രൊലോങ് ചെയ്ത് ചിലപ്പം റൂട്ട് കനാൽ ചെയ്യാതെ തന്നെ നമ്മൾക്ക് ചിലപ്പോൾ സേവ് ചെയ്ത് എടുക്കാൻ പറ്റും. പൾപ്പ് ക്യാപ്പിംഗ് ഇപ്പോൾ നൂതനമായ ഒരുപാട് മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്. അതായത് ബയോഡെൻറ്റിൻ, MTA എന്നൊക്കെ പറയുന്ന മെറ്റീരിയലുകൾ നമ്മൾ ഈ ചെറുതായിട്ട് ഈ പോഡ് വല്ലാതെ ഡീപ്പായിട്ടുള്ള പോഡിൻ്റെ പൾപ്പിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് നമ്മൾ ഒരു പെർമനൻറ്റ് ഫില്ലിംഗ് കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു റീജനറേഷൻ അല്ലെങ്കിൽ ഒരു കാൽസിഫിക് ബ്രിഡ്ജ് ഫോർമേഷൻ അതിനകത്ത് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ചെറിയ കുട്ടികളിൽ ചിലപ്പം അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ പല്ല് വന്ന് റൂട്ടിൻ്റെ അറ്റം നമ്മൾ നേരത്തെ പറഞ്ഞ വേരിൻ്റെ അറ്റം ഒരു പല്ല് മുളച്ചതിന് ശേഷം ഒരു 3-4 വർഷത്തിന് ശേഷമാണ് അടയുന്നത്, ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആ അടയുന്നതിന് മുൻപിട്ട് നമുക്കിതുപോലെ കേടുവന്ന് നമ്മുടെ അടുത്ത് കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയുക റീജനറേറ്റീവ് എൻഡോഡോണ്ടിക്സ് അതൊക്കെ ഇപ്പം നൂതനമായിട്ട് പലയിടത്തും നമ്മൾ ചെയ്യുന്നതാണ്. റീജനറേറ്റീവ് എൻഡോഡോണ്ടിക്സ് വഴി നമുക്ക് എന്താ പറയുന്നത് ഡെഡായ പല്ലിനെ നമുക്ക് അതിനെ പുനർജീവിപ്പിച്ചെടുക്കാനുള്ള പ്രൊസീജിയറുകളും ഉണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ റൂട്ട് കനാൽ ചികിത്സ ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ പല്ലിൻ്റെ ഗുണങ്ങൾ അത് എന്തൊക്കെയാണ്? റൂട്ട് കനാൽ എന്താണ് റൂട്ട് കനാൽ ചികിത്സ ചെയ്തതിന് ശേഷം നമ്മുടെ പല്ലിനുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചികിത്സ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പല്ല് നമ്മൾക്ക് എന്താ പറയുക നമുക്ക് ദൈവം തന്ന ഒരു നാച്ചുറൽ ഒരു ഓർഗനാണല്ലോ നമ്മുടെ ഈ പല്ല്. എല്ലാ കാര്യവും നമ്മളുടെ നാച്ചുറൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു ദൈവം തന്ന ഓർഗൻ്റെ അത്രയും നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്താലും അതിന് പകരമാവില്ല. അപ്പോൾ റൂട്ട് കനാലിൻ്റെ ഗുണം എന്താണ്? നമ്മൾക്ക് നമ്മളുടെ പല്ല് അതേപോലെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇത് പറിച്ച് കളഞ്ഞ് ഇംപ്ലാന്റ് വയ്ക്കാം, അല്ലെങ്കിൽ ബ്രിഡ്ജ് വയ്ക്കാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ അത് വയ്ക്കാം. പക്ഷേ അതൊന്നും ഒരിക്കലും നമ്മളുടെ ഓൺ ടൂത്തിൻ്റെ നമ്മുടെ സ്വന്തം പല്ലിൻ്റെ അത്രയും അത് എന്താ പറയുന്നത് നമുക്ക് ഉപയോഗത്തിലും വരില്ല, അത്രയും നല്ലതുമായിരിക്കില്ല. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രയോജനം. നമ്മളുടെ സ്വന്തം പല്ല് വായിൽ തന്നെ നിലനിർത്തി നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. വ്യക്തമാണ് ഡോക്ടർ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് നജീബ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. പറഞ്ഞോളൂ. ഹലോ, ഞാൻ നജീബാണ്, കൊല്ലം. അതെ, പറയൂ. എനിക്ക് ഡോക്ടർ ഒരു 4 പല്ലോളം ഞാൻ റൂട്ട് കനാൽ ചെയ്തിരുന്നു. എനിക്ക് ഇന്ന് വല്ലുവേദന ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് 4 പല്ലോളം റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇടുകയും ചെയ്തു. ശരി. ഇപ്പൊ 2 പല്ലിന് എനിക്ക് അതുപോലെ വേദനയുണ്ട്. അങ്ങനെ ഞാൻ പോയി ഡോക്ടറെ കാണിച്ചു. ചെയ്തിട്ട് തന്നെ പോയി കാണിച്ചു. അപ്പൊ അവര് പറയുന്നത് ഇനി ഒരു 4 പല്ലോളം കുഴപ്പമുണ്ട്, അത് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്റെ ആൾക്കാർ പറഞ്ഞു ഇത് ചെയ്ത് ഇത് മോശമാണ്, ആദ്യം ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ടൊന്ന് മടിച്ചു നിൽക്കുക. അതിനെപ്പറ്റി എന്തോ ഡോക്ടർ? ഇതൊരു ഒരുപാട് മിഥ്യാധാരണകൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പ്രചരിക്കുന്നുണ്ട്. അതായത് ക്യാൻസർ വരും, അതേപോലെ തന്നെ നമ്മുടെ ആർത്രൈറ്റിസ് വരും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഒന്നും ശരിയല്ല. നമ്മൾ ഈ ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽ വളരെ ഇനേർട്ടായിട്ടുള്ള ശരീരത്തിന് ഒരു ഹാം ഉണ്ടാക്കാത്ത ഇനേർട്ടെന്ന് പറയും, ഒരു രീതിയിലും ഒരു റിയാക്ഷനും ഉണ്ടാക്കാത്ത മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഈ റൂട്ടിനകം ഫില്ല് ചെയ്യുന്നത്. അത് ദയവായി സഹോദരൻ അത് ചെയ്യണം, അതിന് മടി വിചാരിക്കരുത്. നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ സ്വന്തം പല്ലാണ് നമുക്കത് സേവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് വെറും മിഥ്യാധാരണയാണ്, അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. താങ്കൾക്ക് റൂട്ട് കനാൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകാം. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് അത് എന്തൊക്കെയാണ്? എത്ര കാലം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സമയപരിധി അത് എത്രയാണ്? അതായത് റൂട്ട് കനാൽ ചെയ്താൽ എത്ര നാൾ ടൂത്ത് നിൽക്കുമെന്നാണോ? അതെ അതെ. അത് നമുക്ക് ലൈഫ് ലോങ് നിൽക്കും. പക്ഷേ നമ്മൾ റൂട്ട് കനാൽ ചെയ്താൽ നമ്മൾ സാധാരണ പലരും വേദന വരുമ്പോഴാണല്ലോ റൂട്ട് കനാൽ ചെയ്യാൻ വരുന്നത്. റൂട്ട് കനാൽ ചെയ്ത ശേഷം അത് ക്യാപ്പ്, അതായത് ക്രൗൺ എന്നൊക്കെ പറയും, ക്യാപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം റൂട്ട് കനാൽ ചെയ്ത ഒരു പല്ലിന് സാധാരണ പല്ലിനേക്കാളിലും ജലാംശം അതിൽ കുറയും. അതേപോലെ തന്നെ കുറേ ടൂത്ത് സ്ട്രക്ചർ അതിൻ്റെ ഈ ദന്തക്ഷയം മൂലം ദ്രവിച്ച് പോയിട്ടുണ്ടാകും. അപ്പം നമ്മൾ അതിനെ ഒരു ക്യാപ്പ് വെച്ച് അതിനെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത് റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പലരും അത് ചെയ്യാതെ ആ വേദന മാറിക്കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കില്ല. അങ്ങനെ നമ്മൾ പിന്നെ ചിലപ്പം വല്ലതും കട്ടിയായിട്ടൊക്കെ വല്ലാണ്ട് ഹാർഡായി കടിക്കുമ്പോൾ പൊടിഞ്ഞു പോകാനും അതുപോലെ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത പല്ല് നമുക്ക് നഷ്ടപ്പെടാനുമുള്ള അവസരത്തിലേക്ക്
എത്തിക്കാറുണ്ട് പലരും. അപ്പോൾ അത് നമ്മൾ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കണമെങ്കിൽ അതിനെ ക്രൗൺ വെച്ച് അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള നമ്മൾ ഫ്ലോസിങ് ഒക്കെ ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് അതിനെ സംരക്ഷിച്ച് നിലനിർത്തിയാൽ ലൈഫ് ലോങ് ആയിട്ട് തന്നെ നിൽക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതെങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ക്രൗൺ വയ്ക്കുക, ക്യാപ്പ് വയ്ക്കുക. ക്യാപ്പ് പല രീതിയിലുള്ള ക്യാപ്പുകൾ അവൈലബിൾ ആണ്. പല്ലിൻ്റെ അതേപോലെയുള്ള സെറാമിക്, ഓൾ സെറാമിക്, ഇപ്പോൾ നമുക്ക് സിർക്കോണി, അങ്ങനെ നല്ല മെറ്റീരിയലുകൾ വെച്ചിട്ടുള്ള നല്ല ബലവും ഭംഗിയും ഉള്ള ക്യാപ്പുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നമ്മളതിനെ ക്രൗൺ വെച്ചിട്ട് നമ്മൾ ആ ടൂത്ത് സ്ട്രക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഹാർഡായിട്ട് ചൂ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കേസുകളിലും നമ്മൾ ക്രൗൺ വെക്കണമെന്നില്ല. ചെറിയ ഇപ്പോൾ ചുറ്റും നമ്മുടെ ടൂത്ത് സ്ട്രക്ചറുള്ള നടുക്ക് മാത്രം വന്ന പോഡിൻ്റെ റൂട്ട് കനാലാണ് ചെയ്തതെങ്കിൽ നമുക്കിപ്പോൾ പല്ലിനോട് ഒട്ടുന്ന കോമ്പോസിറ്റ്, അങ്ങനെ ഒത്തിരി നല്ല നല്ല മെറ്റീരിയൽസ്, അതേപോലെ തന്നെ നമുക്ക് ഓൺ ലേസ്, ഓവർ ലേസ്, അങ്ങനെയൊക്കെ കുറേ ഇപ്പോൾ കുറേ ഈ ക്രൗൺ വെക്കാതെ തന്നെയുള്ള നൂതനമായ ചികിത്സാ രീതികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതേതെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ പല്ലിനെ നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. അതേപോലെ തന്നെ ഈ ക്രൗൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോസിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറം ഇപ്പുറം ഒക്കെയുള്ള ചിലപ്പം ഫുഡ് പാർട്ടിക്കിൾസൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഫ്ലോസ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് കാലാകാലം നിലനിൽക്കും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ നമ്മളോടൊപ്പം ഇപ്പോൾ പ്രേക്ഷകൻ ചേരുന്നുണ്ട്, നെടുമങ്ങാട് നിന്ന് മദനൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. പറയൂ. എന്റെ പല്ലില് ഉൾഭാഗത്ത് വല്ലപ്പോഴും എപ്പോഴും ഇല്ല ഇങ്ങനെ ഒരു പല്ലിന്റെ സൈഡിൽ നീര് പോലെ ഇങ്ങനെ വരും. വന്നിട്ട് ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് ആ പല്ല് വേദനയുണ്ട്. അത് പോയിട്ട് അതിന്റെ ആ സമയത്ത് ചെവി വേദനയുണ്ട്. ഓ, താഴത്തെ വരിയിലെ പല്ലാണ് സാർ? താഴത്തെ വരിയിലെ താഴത്തെ വരിയിലെ പല്ലാണ്. അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തടുപ്പ് പോലെ വരും സൈഡില്. ഇത് അപ്പോഴേ ചെവിക്ക് വേദന വരുന്നുണ്ട്. ഓക്കെ. ഈ പല്ലിൽ പോടോ അങ്ങനെ എന്തെങ്കിലും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, പോടൊന്നുമില്ല. പിന്നെ തേയ്മാനമുള്ള പല്ലാണോ അതോ മോണയുടെ പ്രശ്നമുണ്ടോ? മോണ വീക്കം വരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മോണ വീക്കം ഇതുവരെ വന്നിട്ടില്ല. ഇല്ല. തേഞ്ഞ പല്ലാണോ? നന്നായി തേഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. ഇത് അറ്റത്തെ പല്ലാണോ പറയുന്നത്? താങ്കൾ പറയുന്ന വേദനയുള്ള പല്ല് താഴെ അറ്റത്ത്? അവിടെ നിന്ന് 2 പല്ല് കഴിഞ്ഞിട്ടാണ്. ശരി. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോണിലൂടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. കണ്ടു കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ അവസ്ഥ, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ അതിൻ്റെ പുറകിൽ കൂടെ വല്ല പോടോ വല്ലവും എന്താ പറയുന്നത് വന്നിട്ടുണ്ടാവാം. അപ്പോൾ താങ്കൾ ഒരു ഡെന്റിസ്റ്റിനെയോ സമീപിച്ച് ചെവി വേദന, യെസ്, അത് വരും. കാരണം നമ്മളുടെ ആ പല്ലുകളെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പ് ആ ചെവിയുടെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ടാണ് താഴേക്ക് വരുന്നത്. അപ്പം നമുക്ക് ഈ വേദന വരുമ്പോൾ റെഫേർഡ് പെയിൻ എന്ന് പറയും. നമുക്ക് ചെവിക്കകത്തോട്ടും കൂടെ വേദന തോന്നും. മനസ്സിലായില്ലേ സാർ? അപ്പം അതെ, അത് പല്ലിൻ്റേതാവാം. താങ്കൾ അതൊന്ന് ആരെങ്കിലും ഒരു ഡോക്ടറിനെ കണ്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കി അതെന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത്, നമ്മൾ ഏത് പല്ലിൻ്റെയാണ്, നമുക്ക് കണ്ടാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏത് പല്ലാണ്. അപ്പോൾ ഏത് പല്ലിൻ്റെ ആണെന്ന് താങ്കളൊന്ന് ആരെങ്കിലും കണ്ട് അതൊന്ന് റൂൾ ഔട്ട് ചെയ്ത് എടുക്കണം ഏത് പല്ലാണ്. അറ്റത്തുനിന്ന് 2 പല്ല് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് തേയ്മാനമോ സൈഡിൽ എന്താ പറയുന്നത് സൈഡിൽ തേഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ പോട് പുറകിൽ കൂടെ നമ്മളൊന്നും നോട്ടീസ് ചെയ്യാത്ത സ്ഥലത്തൂടെയൊക്കെ ചിലപ്പോൾ പോട് വരാം. നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. മനസ്സിലായില്ലേ സാർ? അപ്പോൾ അതിൻ്റെ പല്ലിൻ്റെ വേദന കൊണ്ട് ചെവി വേദന വരും. കാരണം അതാണ്. അപ്പോൾ ആ ഞരമ്പിൻ്റെ റൂട്ട് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ചെവിയിലേക്ക് റെഫേർഡ് പെയിൻ വരും. അപ്പോൾ അത് പല്ലിൻ്റെ വേദന തന്നെ ആയിരിക്കാം. അതൊന്ന് ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്ത് താങ്കൾ അതൊന്ന് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ സാർ? ശരി. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റൂട്ട് കനാൽ ചികിത്സ ചെയ്തതിന് ശേഷം പല്ലുകൾക്കുണ്ടാകുന്ന മറ്റു വേദനകൾ അതെന്തുകൊണ്ടായിരിക്കാം? റൂട്ട് കനാൽ ചികിത്സ 98% റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വിജയമാണ്. പക്ഷേ ഈ പറഞ്ഞ 2% അവിടെ കിടപ്പുണ്ട്. നമുക്ക് ചിലപ്പോൾ ചില കേസുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിപ്പം നമ്മളിപ്പം ഈ മരത്തിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ നമ്മുടെ പല്ലിൻ്റെ റൂട്ട്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ്, എക്സ്ട്രാ റൂട്ട്. ചിലപ്പോൾ നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഒരു മുകളിലെ തണപ്പല്ല് 3-4 റൂട്ടേ ഉണ്ടാവാറ്. ചിലപ്പം അതിലും കൂടുതൽ റൂട്ടുകൾ ഉണ്ടാവാം, എക്സ്ട്രാ റൂട്ടുകൾ, മിസ്ഡ് കനാൽസ്. അതായത് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ചില റൂട്ട് കനാലുകൾ
നമ്മൾ മിസ് ചെയ്ത് പോവാം, ചില പേരുകൾ നമ്മൾ കണ്ടുപിടിക്കപ്പെടാതെ പോവാം. അതേപോലെ തന്നെ ചികിത്സയിലുണ്ടാകുന്ന എന്തെങ്കിലും പിഴവുകൾ, അതായത് ഇപ്പോൾ ചിലപ്പം നമ്മുടെ റൂട്ടിൻ്റെ അറ്റം വരെ ഫില്ലിംഗ് എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് ചിലപ്പം ഫില്ലിംഗ് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് വളരെ ചെറിയ ഫയൽസ് എന്ന് പറയുന്ന ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ്, നേർത്ത ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത്. അതൊക്കെ ചിലപ്പോൾ ചില അവസരങ്ങളിൽ പൊട്ടി പോകാനുള്ള സാധ്യത, നമ്മളുടെ എന്താ പറയുന്നത്, നമ്മൾ ഫുള്ളി നമുക്ക് 100% പറയാൻ പറ്റില്ല. ചില അവസരങ്ങളിൽ അതൊക്കെ പൊട്ടിയിരിക്കുക. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ റൂട്ട് കനാൽ ഫെയിലിയർ ആവാനുള്ള ചില സാധ്യതകളുണ്ട്. അപ്പോൾ അത് നമുക്ക് പേടിക്കാനില്ല, അത് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കി. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ എക്സ്റേ എന്ന് പറയുന്ന 2 ഡയമെൻഷനലാണ്, നമുക്ക് അതിൽ നിന്ന് എല്ലാം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ചില അവസരങ്ങളിൽ 3 ഡയമെൻഷനലായിട്ടുള്ള CBCT എന്ന് പറഞ്ഞിട്ടുള്ള 3 ഡയമെൻഷണൽ നമുക്ക് എല്ലാം മനസ്സിലാക്കി തരുന്ന, എല്ലാ റൂട്ടിന് എക്സ്ട്രാ റൂട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കി തരുന്ന സ്പെഷ്യൽ എക്സ്റേസ് ഉണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കി അത് വീണ്ടും റീട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, കണ്ണൂരിൽ നിന്നും പ്രസൂൺ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ കണ്ണൂരിൽ നിന്നും പ്രസൂണാണ് സംസാരിക്കുന്നത്. ശരി, പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ, എന്നിട്ട് സംശയം എന്ന് വെച്ചാൽ പിന്നെ നമ്മളിപ്പോ വലത്തെ സൈഡ് എന്റെ പല്ല് ഞാൻ ഒരു പ്രാവശ്യം അടച്ചു. അപ്പോ നമുക്ക് അതാണ് വേദന വന്നിട്ട് അത് നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റും ആ പല്ല്? ഇപ്പോൾ അടച്ചു വെച്ചതിന് താങ്കൾക്ക് വേദനയുണ്ടോ? ഇല്ല, അടച്ചിട്ട് ഞാനിപ്പോ 3 മാസം അങ്ങനെ ആയിട്ടുള്ളൂ. അല്ല, എനിക്ക് ഭാവിയിൽ വേദന വരുമ്പോൾ പിന്നെ റൂട്ട് കനാൽ ചെയ്യാൻ പറ്റും ആ പല്ല്? ഭാവിയിൽ വേദന വരുവാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാൻ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. അടച്ചു വെച്ചു എന്ന് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ആവശ്യമെങ്കിൽ മാത്രം. അതെ, താങ്കൾക്ക് വേദനയോ വല്ലതും വരുവാണെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റും. പിന്നെന്താ, അടച്ച പല്ല് വേദന വരുവാണെങ്കിൽ തീർച്ചയായിട്ടും റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. അതെ. പിന്നെ പോകേണ്ടി വരും. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സിംഗിൾ സിറ്റിംഗ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ചെയ്യുന്ന ഉണ്ട്. ചില നമ്മളുടെ ആവശ്യമനുസരിച്ച്, അതായത് കൂടുതൽ ഇൻഫെക്ഷനുള്ള പല്ലുകൾ, അതിനൊക്കെ ചിലപ്പോൾ പല പ്രാവശ്യം താങ്കൾ പോകേണ്ടി വരും. 2 3 പ്രാവശ്യം ചിലപ്പോൾ പോകേണ്ടി വരും. അത് പല്ലിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതിൻ്റെ വേരിൻ്റെ അറ്റത്ത് ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ പഴുപ്പ് കെട്ടി നിൽപ്പുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഒറ്റ സിറ്റിങ്ങിൽ നമ്മൾ തീർക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം പല്ലിന് കുഴപ്പമില്ലല്ലോ, അപ്പോൾ ആലോചിക്കണ്ട ഇപ്പോഴേ. ഇപ്പോൾ ഫില്ലിങ് ഇരിക്കുകയല്ലേ. ഇതിന്റെ ചാർജ് എത്രയാവും? അയ്യോ, ചാർജ് ഒന്നും അത് നമ്മൾ പല ഡെന്റിസ്റ്റുകളും നമുക്ക് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ചാർജ് അല്ല. മനസ്സിലായില്ലേ? പല ഇതിലും അത് താങ്കൾ എവിടെയെങ്കിലും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി തന്നെ ചോദിച്ച് തന്നെ മനസ്സിലാക്കണം. നമുക്ക് ഒരു ഫിക്സഡ് റേറ്റ് അല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വേറെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ അതൊരു ഫിക്സഡ് റേറ്റ് ആയിരിക്കില്ലല്ലോ. പല സ്ഥലത്തും പല ചാർജ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചികിത്സ ചെയ്ത് ക്യാപ്പ് ഇട്ടതിന് ശേഷം അത് വീണ്ടും റീചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപ്പ് ഊരി വൃത്തിയാക്കുക, അത്തരം പ്രൊസീജിയേഴ്സ് ഉണ്ടോ? വേണ്ടി വരില്ല. കാരണം ഇപ്പോൾ ഒക്കെ ക്യാപ്പൊക്കെ വളരെ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ പല്ല് പോലെയല്ല എങ്കിലും നമ്മൾ ക്യാപ്പ് വെക്കുന്നത് ഇപ്പോൾ വളരെ അതിനൂതനമായ വിദ്യകൾ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ക്യാപ്പൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇൻട്രാഓറൽ സ്കാനർ, നമുക്ക് പണ്ടൊക്കെ ഇങ്ങനെ ഒരു മാവ് പോലത്തെ സംഭവം വെച്ച് അളവെടുത്ത് അതൊന്നും ഇപ്പം അത്ര വേണ്ട. ഇൻട്രാഓറൽ സ്കാനറുണ്ട്, അതേപോലെ തന്നെ കാറ്റ് ക്യാം, അതൊക്കെ കമ്പ്യൂട്ടർ ആണ് നമ്മളുടെ ക്യാപ്പൊക്കെ ഇപ്പോൾ പലതും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ പല്ലിൻ്റെ അതേ അനാറ്റമി തന്നെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഇപ്പോഴുള്ള ഈ ക്യാപ്പുകൾ ചെയ്യുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ വരാറില്ല. പിന്നെ ഈ പറഞ്ഞ ക്യാപ്പ് നമ്മൾ ഒട്ടിച്ച് വെക്കുന്നതാണ്, അത് ഇളകുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ച് വീണ്ടും ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. പൊട്ടിപ്പോവുക അതൊക്കെ ചുരുക്കമാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ നമുക്ക് ക്യാപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വരാറുള്ളൂ. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഒരു പല്ലിന് മറ്റിതൊന്നും വല്ലാതെ ചെറിയൊരു പോഡ് മാത്രം കണ്ടു കഴിഞ്ഞാൽ അത് റൂട്ട് കനാൽ ചെയ്ത് മാറ്റാൻ സാധിക്കുമോ? വേണ്ട, ചെറിയ പോഡിനല്ലല്ലോ നമ്മൾ റൂട്ട് കനാൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ പൾപ്പിൻ്റെ ഈ ഞരമ്പും നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് പോകുന്ന പൾപ്പിൻ്റെ അങ്ങോട്ടേക്കൊക്കെ കേടെത്തിയാൽ മാത്രമേ നമ്മൾ റൂട്ട് കനാലിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, ചെറിയ പോഡുകൾ എത്രയും പെട്ടെന്ന്, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ വായ ഇടയ്ക്കൊന്ന് പരിശോധിക്കണം. നമ്മൾ അതിനകത്തൊരു ബ്ലാക്ക് കളർ കാണുമ്പോൾ തന്നെ നമ്മളത് എന്താ പറയുക, ചെറിയ പോഡ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ സയൻസാണ്. അപ്പോൾ അങ്ങനെ ചെറിയ പോഡുകൾ കാണുമ്പോൾ തന്നെ നമുക്കത് പല നല്ല മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ, അത് വെച്ചിട്ട് നമുക്കത് ഫില്ല് ചെയ്ത് നിലനിർത്തി കഴിഞ്ഞാൽ പിന്നീട് പോഡ് ഡെവലപ്പ് ചെയ്യുന്ന സാധ്യത കുറവായിരിക്കും.
അപ്പോൾ അത് അടച്ചെടുത്താൽ മതി. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാർശ്വഫലങ്ങൾ അതെന്തെങ്കിലും ഉണ്ടോ? അയ്യോ ഇല്ല, നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ചതുപോലെ പാർശ്വഫലങ്ങൾ അങ്ങനെ വളരെ കുറവാണ്. ഈ മെറ്റീരിയൽസൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മൾ ഒരുപാട് ടെസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ മനുഷ്യൻ്റെ വായിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഒത്തിരി ടെസ്റ്റുകളിൽ കൂടി കടന്നു വന്ന മെറ്റീരിയലാണ്, ഇനേർട്ട് മെറ്റീരിയലാണ്, ഒരു ഹാമും ഉണ്ടാക്കാത്ത മെറ്റീരിയലാണ്. അതിനങ്ങനെ പാർശ്വഫലങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാർശ്വഫലമല്ല, അത് ചിലപ്പോൾ ചിലത് ഫെയിലിയേഴ്സ് വരാം. അതിൻ്റെ കാരണങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അല്ലാതെ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് യാതൊരു വിധത്തിലും ആരും പേടിക്കേണ്ടതില്ല. നമ്മുടെ പല്ല് സംരക്ഷിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ചികിത്സ തന്നെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. വ്യക്തമാണ് ഡോക്ടർ. റൂട്ട് കനാൽ ചികിത്സയെ പറ്റിയുള്ള സംശയങ്ങൾ ഒക്കെയാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നമ്മളോടൊപ്പം ഇന്ന് ചേർന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ കൺസർവേറ്റീവ് ആൻഡ് ഡെന്റിസ്റ്റ് വിഭാഗം അഡീഷണൽ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ജി ശ്രീജിയാണ്. ഡോക്ടർ നന്ദി. നന്ദി, നമസ്കാരം. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.